ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചെയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ് ചെറുതായിട്ട്. ഈ 1000 രൂപ ചെയറാണ് ഇത്ര നാൾ കളിച്ചുകൊണ്ടിരുന്നത്. സോ ഇതിൽ നിന്ന് ഞാൻ ഒരു ഗെയിമിംഗ് ചെയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, നമുക്ക് ആദ്യം ചെയർ ഒന്ന് അൺബോക്സ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതാണ് ഗെയിമിംഗ് ചെയർ ഞാൻ എടുത്തത്. ഗ്രീൻ സോളിൻ്റെ ബ്ലേഡ് എർഗണോമിക് ഗെയിമിംഗ് ചെയർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. സോ നമുക്കിത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൽ ഇത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യം നമുക്ക് അസംബിൾ ചെയ്യണം. ആദ്യം വീൽസും ഇത് ചേരും. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് അസംബിൾ ചെയ്യണം. അപ്പം ഇത് നമുക്ക് ആദ്യം എല്ലാം ഇന്നൊന്ന് അഴിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഗൈസ് ഫൈനൽ ചെയർ. ഫുൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞു. ഗ്രീൻ സോൾ. ഗൈസ്, അപ്പോൾ നമ്മൾ ഗെയിമിംഗ് ചെയർ ഞാനിപ്പോൾ എൻ്റെ റൂമിലോട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കി. സോ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നേരത്തെ എൻ്റെ പഴയ ചെയറിൽ നിന്ന് ഇതിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് ബാക്ക് സപ്പോർട്ടാണ്. ബാക്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നെക്കായാലും ശരി, നമ്മുടെ ബാക്കിനായാലും ഫുൾ നല്ലൊരു കംഫർട്ടബിളാണ്. കുറേ നേരം നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിലും ബാക്കി വർക്ക് ചെയ്യുമ്പോഴും എല്ലാത്തിനും നല്ലൊരു കംഫർട്ടബിളാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹൈറ്റും കറക്റ്റായിട്ട് നമ്മുടെ ടേബിൾ കൺസിസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ഗൈസ്. പിന്നെ ഗൈസ്, എല്ലാവർക്കും വേണ്ടവർക്ക് എല്ലാവർക്കും ഗൈസ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. താങ്ക് യു.